ഈ അടുത്ത സമയത്ത് പെറി സ്റ്റോൺ എന്ന ദൈവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചാർലി കയർക്ക് ഈ സഹോദരൻ 31-ാമത്തെ വയസ്സല്ല, നിങ്ങളെല്ലാവരും മീഡിയയിൽ കണ്ടതാണ്, ക്രിസ്ത്യൻ രക്തസാക്ഷിയാണ് ഈ മനുഷ്യൻ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, യവൻ നിർത്തിയെടുത്തെന്നാണ് 10,000 തുടങ്ങാൻ പോവുക. സോ യവനെ കൊന്നവൻ, യവൻ്റെ ചങ്കിന് നേരെ വെടിവെച്ചവൻ, ഇവൻ മരിച്ച് സ്വർഗത്തേക്ക് പോകുമ്പോൾ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി നിന്നെ കൊന്നവനോട് നിനക്ക് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ പറയും, സ്തോത്രം, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. കാരണം ഇത് പ്രതികാരത്തിൻ്റെ പുസ്തകമല്ല, ഇത് ക്ഷമയുടെ പുസ്തകമാണ്. സോ ഫോർഗിവ്നെസ് ഒരു വീക്ക്നെസ് അല്ല, ഫോർഗിവ്നെസ് ഭീരുത്വമല്ല. ക്ഷമയെന്ന് പറയുന്നത് അത് ഭയമല്ല. ക്ഷമയെന്ന് പറയുന്നത് അത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ക്ഷമയെന്ന് പറയുന്നത് സൗഖ്യമാണ്. ക്ഷമയെന്ന് പറയുന്നത് ശത്രുവിനെ മാറ്റി നിർത്തുന്നതാണ്. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ക്ഷമയെന്ന് പറയുന്നത് എൻ്റെ നാളെയെ നല്ലതാക്കുന്നതാണ്. ഈ വർഷത്തേക്കാൾ അടുത്ത വർഷങ്ങൾ ഒത്തിരി നല്ലതായി തീരുവാൻ ശത്രുവിൻ്റെ കലവറയല്ല നമ്മുടെ ജീവിതം. അൺഫോർഗിവ്നെസ് എനിക്കില്ല. രക്ഷ പോലെ, സ്നാനം പോലെ, പരിശുദ്ധാത്മ വിഷയം പോലെ അടിസ്ഥാന ഉപദേശമാണത്. ക്ഷമിക്കുക.